ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് സ്ക്രഞ്ചീസിൻ്റെ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇന്നും വന്നിട്ടുള്ളത്. അതായത് ഇന്നും നമുക്ക് സ്ക്രഞ്ചീസ് പാക്കിങ്ങും അതുപോലെ തന്നെ അത് ഓരോ കളറുകളായിട്ട് വെക്കുകയും അതുപോലെ തന്നെ അതിന് നമുക്ക് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടും ഒക്കെ നമുക്ക് ഇന്ന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ വിചാരിച്ച് അത് പാക്ക് ചെയ്യണതും അത് നമ്മൾ കൊടുത്തു വിടുന്നതും കൊറിയർ അയക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഒരുപാട് പേർക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. അതായത് ഒരുപാട് പേര് സ്ഥിരമുള്ള ആളുകളാണെങ്കിൽ അവർക്കറിയാം എങ്ങനെയൊക്കെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യേണ്ടത്, എന്താണ് ഈ ഒരു ബിസിനസ് ചെയ്താലുള്ള ലാഭം നഷ്ടം, ഇതൊക്കെ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനായിക്കോട്ടെ അതുപോലെ തന്നെ കസ്റ്റമർക്കായിക്കോട്ടെ അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പുതുതായി വന്നിട്ടുള്ള ന്യൂ സബ്സ്ക്രൈബേഴ്സിന് ചില കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ടും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കോൾ ചെയ്തിട്ടും ആണ് അവർ ഓരോ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചറിയണത്. എത്ര മീറ്റർ വാങ്ങണം, അതുപോലെ തന്നെ ഇത് എവിടുന്ന തുണി കിട്ടുക, ഇതെങ്ങനെ സെയിലാക്കുക, ഇത് നമ്മൾ കടകൾ കൊടുക്കുകയാണോ, എങ്ങനെയാണ് ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് നിരന്തരം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കത് എടുക്കാൻ പറ്റണില്ല. അപ്പം നമ്മൾ അവരോട് പറയും, അഥവാ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വല്ല അർജൻറ്റ് കോളാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് എടുക്കും. എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും അവരോട് ഇതിനെക്കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് വിടാം. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോസിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്, എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യണത്, എങ്ങനെയാണ് നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മീറ്റർ ആണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരും. കൊറിയർ ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും നമ്മൾ ഇവിടുന്ന് അയച്ചു തരും. അപ്പോൾ ഓർഡർ എടുക്കണ സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ്, കൊറിയർ ആണെങ്കിൽ കൊറിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് അയച്ചു തരും. പിന്നെ കൊറിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപയാണ് ഷിപ്പിംഗ് വരിക. അത് 1 kg വരെയാണ് 50 രൂപ വരുന്നത്. പോസ്റ്റ് ആണെങ്കിൽ അവർ ഹൈറ്റും വെയ്റ്റും ഒക്കെ നോക്കിയിട്ടാണ് അവർ അവിടുന്ന് പോസ്റ്റൽ ചാർജ് പറയുക. അല്ലാണ്ട് നമുക്ക് മുൻകൂട്ടിയിട്ട് അതൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഏകദേശം ഒരളവിന് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഞാൻ 50 രൂപയാണ് വാങ്ങാറ്. അപ്പോൾ നമ്മൾ പോസ്റ്റായിട്ടും അതുപോലെ തന്നെ കൊറിയറായിട്ടും ഇവിടുന്ന് ഡെലിവറി ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം അവരുടെ കയ്യിൽ കിട്ടാറുണ്ട്. അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ചില ദിവസങ്ങളിൽ നമ്മൾ ഇവിടുന്ന് അയക്കാൻ വൈകുന്നത് എല്ലാവർക്കും അറിയാം. പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയില്ല. പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കസ്റ്റമർ ആണെങ്കിലും അവർക്കറിയാം. അങ്ങനെ ഉപ്പാക്ക് സുഖമില്ലാത്തതും പല കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൽ കൂടെ നോക്കണം. എന്നിട്ടാണ് നമുക്ക് ഇവിടുത്തെ പാക്കിങ്ങും കാര്യങ്ങളും അയക്കലും ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ പുതിയതായി വന്ന ആളുകൾക്കൊന്നും അതിനെക്കുറിച്ചിട്ട് അറിയുണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഓരോരുത്തർക്കും മറുപടി കൊടുക്കണേക്കാൾ നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എത്തേണ്ടടത്തേക്ക് എത്തുമല്ലോ. പിന്നെ കൂടാതെ എനിക്ക് ദിവസം വരുന്ന ചില പ്രധാന ചോദ്യങ്ങൾക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്നെ മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ചോദിക്കുന്നതിനുള്ള ആൻസറാണ് ഞാൻ ഈ ഒരു വീഡിയോസിൽ പറയുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഓർഡറുകളും ഇവ ഓരോ കസ്റ്റമർക്കും അവർ തിരഞ്ഞെടുത്ത അതുപോലെ തന്നെ അവർ പറഞ്ഞ ഡിസൈൻ, അവർ പറയുന്ന കളറ്, എല്ലാ ഡിസൈനും അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ പാക്കിങ്ങും സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സ്ക്രഞ്ചീസ് ആണെങ്കിലും വലിയ ഓർഡർ ആണെങ്കിലും ഒരേ ശ്രദ്ധയോടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചെറിയൊരു ഓർഡർ ആണെങ്കിലും വലിയൊരു ഓർഡർ ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. പിന്നെ ഷോപ്പിലേക്കാവുമ്പോൾ ഒരുപാട് ബൾക്ക് ഓർഡർ നമുക്ക് കിട്ടും. അത്രയാണ് ഉള്ളത്. പിന്നെ നമ്മൾ കൊടുത്തയക്കുമ്പോൾ പാക്കിങ് നല്ല രീതിയിലായിരിക്കണം. കാരണം യാത്ര, അതായത് പല സ്ഥലത്തേക്കാണ് നമ്മളിത് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഒരുപാട് ദൂരം പോകേണ്ട സാധനമാണ്. അപ്പോൾ കസ്റ്റമർ തുറക്കുമ്പോൾ അവർക്ക് നല്ലൊരു അനുഭവം ഉണ്ടാവണം. കാരണം നല്ല രീതിയിൽ സാധനം അവർക്ക് കിട്ടിയാലാണ് അവർ പിന്നെയും സാധനങ്ങൾ എടുക്കുള്ളൂ.
അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് ഓർഡറും കാര്യങ്ങളും കിട്ടും. നമ്മൾ ഒരു ദിവസം ചെയ്ത് പിന്നെ നമ്മൾ ചെയ്യാതിരുന്നിട്ട് കാര്യം. നമ്മൾ ഡെയിലി ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡെയിലി വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. നമുക്ക് ഓർഡർ എന്തായാലും കിട്ടും. ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരാളായിരുന്നു. എനിക്ക് ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടിയായിരുന്നില്ല. ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ. നമ്മൾ തളർന്നില്ല. നമ്മൾ പിന്നെയും വീഡിയോസ് ഇട്ടിട്ട് നമ്മളെന്താക്കി ഇപ്പം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് കൊടുക്കാനുള്ള ടൈമില്ല എന്ന് മാത്രമാണ് ഉള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഇത് ഏത് തുണിയിലാണ് ഞാൻ ഈ സ്ക്രഞ്ചീസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ അമേരിക്കൻ ക്രൈപ്പിൽ വരുന്ന പ്രിൻ്റ് മെറ്റീരിയൽസും അതുപോലെ തന്നെ സിൽക്കി സോഫ്റ്റ് വരുന്ന സാറ്റിൻ മെറ്റീരിയൽസിലുമാണ് ഞാനിപ്പോൾ സ്ക്രഞ്ചീസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ഓണം അല്ലേ വരുന്നത്. അപ്പോൾ ഓണച്ചന്ത ഉണ്ട്. അപ്പോൾ അവിടേക്കും നമുക്ക് ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത്താക്ക് ഇത്ര ഓർഡർ കിട്ടുന്നത്, അതിൻ്റെ ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കണേ. എനിക്ക് അങ്ങനെ ഓർഡർ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കടകളൊക്കെ കയറി, 1-2 കടകളിൽ ഒരുപാട് കടകൾ കയറി ഇറങ്ങിയിട്ട്, ഒരുപാട് കടകളിൽ നിന്ന് നാണം കെടുത്തിയിട്ടും ഒരുപാട് കടകൾ കയറി ഇറങ്ങിയിട്ട് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് 10 കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ 1 കട കിട്ടും. അങ്ങനെയൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് നമുക്ക് 2 കടകൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് 1 കട കിട്ടിയാൽ മതി, അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ 10 കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് എനിക്ക് 2 കട കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ലാണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് അത് ആളുകൾ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നത്. എനിക്ക് കൂടുതലും കിട്ടുന്നത് യൂട്യൂബ് വഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴിയാണ് നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഒരെണ്ണം ചെയ്ത് അതിൽ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതവിടെ നിർത്തരുത്. നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കുക. ഞാൻ വീട്ടിലിരുന്ന് ചെറിയൊരു തോതിൽ തുടങ്ങിയ ഒരു ബിസിനസ്സാണിത്. പിന്നെ ചെറിയ ഓർഡറുകളിൽ നിന്നല്ലേ നമുക്ക് തുടക്കം തന്നെ ഉണ്ടാവുക. അപ്പോൾ സ്ഥിരമായി ശ്രമിച്ചാൽ നമുക്ക് നല്ലൊരു വരുമാനമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം ഓണം വരെ നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽസിന് മീറ്റർ 48 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.